എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? എനിക്ക് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇന്ന് ഫുൾ മൂൺ ദിനമാണ്. അതായത് നമ്മൾ ഇന്ന് യൂണിവേഴ്സിനെയും ചന്ദ്രനെയും ആശ്രയിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ ആകർഷിക്കാൻ പോകുന്നു. എല്ലാവരും ഇന്നിത് ചെയ്യുക. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധിക്കാൻ കഴിയും. ഓക്കെ, അതായത് ഈ ഫുൾ മൂൺ എന്താണ് അറിയുമോ നിങ്ങൾക്ക്? വാട്ട് ഈസ് ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ? ഫുൾ മൂൺ സമയത്ത് എനർജി ഏറ്റവും ശക്തമായിരിക്കും. നമ്മുടെ ഡിവൈൻ എനർജി ഫുൾ എനർജിയിലിരിക്കുന്ന ഒരു സമയമാണ് എന്ത്? ഫുൾ മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം ഫസ്റ്റ് വിട്ടുകളഞ്ഞാൽ മാത്രം നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. യൂണിവേഴ്സൽ എനർജി അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് മാനിഫെസ്റ്റേഷനുള്ള ഒരു ശുദ്ധമായ സമയമാണിത്. ഈ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം യൂണിവേഴ്സിന് കൈമാറാം. ഓക്കെ, എങ്ങനെ നമുക്ക് ഈ എനർജി പ്രിപ്പയർ ചെയ്യാം നോക്കാം. അതായത് ഒരു 3 സ്റ്റെപ്പ് ക്ലെൻസിങ് റിച്വലുണ്ട്. അതായത് ഡീപ്പ് ബ്രീതിങ്. ഒന്ന് സൈലൻസിലിരിക്കുക, ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. എഗെയിൻ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. അങ്ങനെ 3 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കുക. നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി നിറയുന്നതായിട്ടും പുറത്തേക്ക് വിടുമ്പോൾ നെഗറ്റീവ് എനർജി എല്ലാം പോകുന്നതായിട്ടും സങ്കല്പിക്കുക. ശരിക്കും നമുക്കൊരു ശാന്തത അനുഭവപ്പെടുന്നത് ഫീൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ നന്ദി പറയുക. നമുക്ക് എന്താണ് ഉള്ളത്? ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ വാട്ട് യു ആൾറെഡി ഹാവ്. നമുക്ക് എന്താണ് ഇപ്പോൾ ഉള്ളത് അതിന് നന്ദി പറയുക. ഓക്കെ, നന്ദി യൂണിവേഴ്സ്, ഈ നിമിഷം വരെ അനുഗ്രഹിച്ച സർവ്വ സൗഭാഗ്യങ്ങൾക്കും നന്ദി 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 എന്ന് പറയുക. ഓക്കെ, ഈ നിമിഷം വരെ അനുഗ്രഹിച്ച സർവ്വ സൗഭാഗ്യങ്ങൾക്കും നന്ദി നന്ദി നന്ദി. അപ്പം നമ്മളത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് വെച്ചാൽ മെൻ്റലി റിലീസ് നെഗറ്റിവിറ്റിയാണ്. നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങൾ, ആരോടെങ്കിലും പക, വിദ്വേഷം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിട്ടുകൊടുക്കുകയാണ് പുറത്തേക്ക് യൂണിവേഴ്സിനോട്. യൂണിവേഴ്സിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പുറത്തേക്ക് വിട്ടുകളയുകയാണ്. ഓക്കെ, നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒന്നുമില്ല, ഫുൾ പോസിറ്റീവ് എനർജി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ നെഗറ്റിവിറ്റീസിനെയും നമ്മളിപ്പോൾ വിട്ടുകളയാൻ തയ്യാറാവുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ശരിക്കും എന്താ പറയുക, ആ ഒരു നെഗറ്റിവിറ്റി പോകുമ്പോൾ ആ ഒരു ശാന്തത അനുഭവിക്കുക. മനസ്സിൽ ആരോടും ദേഷ്യമില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും പകയില്ല. മനസ്സ് നല്ല ക്ലെൻസായി ശുദ്ധമായ ഒരു മനസ്സോടെ നമ്മളിരിക്കുക. എന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ പ്രാക്ടീസ് തുടങ്ങാം. ഒരു 7 മണി, വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ നിങ്ങൾ ഫുൾ മൂണിനെ കാണുന്ന രീതിയിൽ ഇരിക്കുക. അതായത് പൂർണ്ണചന്ദ്രനെ കാണുന്ന രീതിയിൽ നമ്മളിരിക്കുക. എന്നിട്ട് ആ ചന്ദ്രനിലേക്ക് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പറയാം. എന്തൊക്കെ ആഗ്രഹങ്ങളാണ് വേണ്ടത്? എന്ത് വീട് വേണോ? എന്താഗ്രഹമാണെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്നുള്ളത് ആ 3 ആഗ്രഹങ്ങൾ നിങ്ങൾ പൂർണ്ണചന്ദ്രനെ നോക്കി പറയുക. ഓക്കെ, എന്നിട്ട് കുറച്ച് നേരം ആ ചന്ദ്രൻ്റെ ഭംഗി, ആ ഒരു ഇത് ആസ്വദിക്കുക. നമ്മൾ ആ ഒരു ചന്ദ്രനിലേക്ക് ലയിക്കുന്നതായി സങ്കല്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മുടെ ജേർണൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ വേണമെന്ന്. ആ ജേർണൽ എടുത്തിട്ട്, അതായത് ഒരു ബുക്ക് എടുത്തിട്ട് നമ്മുടെ 3 ആഗ്രഹങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ, ഏതൊക്കെ 3 ആഗ്രഹങ്ങളാണ് നമ്മൾ പൂർണ്ണചന്ദ്രനോട് പറഞ്ഞത്? ആ 3 ആഗ്രഹങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് ഓരോ ആഗ്രഹവും വിഷ്വലൈസേഷൻ ചെയ്യുക. അതായത് നടന്നതായിട്ട് സങ്കല്പിക്കുക. നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും
നടന്നതായി സങ്കല്പിക്കുക. ഈ 3 ആഗ്രഹങ്ങളും വിഷ്വലൈസേഷൻ ചെയ്യുക. നമ്മൾ ആ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് നടന്നതായിട്ട് സങ്കല്പിക്കുക, നമ്മളത് ഫീൽ ചെയ്യുക. നമുക്കത് കിട്ടിക്കഴിഞ്ഞു, നമുക്ക് ഓൾറെഡി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നു. ഫീൽ ആസ് ഇറ്റ് ഈസ് ഓൾറെഡി ഡൺ. അതായത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കഴിഞ്ഞു എന്നുള്ള ആ 3 ആഗ്രഹങ്ങളും നടന്നതിൻ്റെ സന്തോഷം നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങളുടെ ഹൃദയം തേടുന്ന ആ സ്വപ്നം ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ സമയമായിരിക്കുന്നു. നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യൂ. എല്ലാ 3 ആഗ്രഹങ്ങളും നടന്നതായി സങ്കല്പിക്കൂ. ആ ഒരു എനർജി, അത് നടന്നാലുള്ളൊരു സന്തോഷം ഫീൽ ചെയ്യൂ. ഇപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമായിരിക്കുന്നു. ഇനി ഞാൻ ഈ പറയുന്ന അഫർമേഷൻസ് പറയുക. ഞാൻ യൂണിവേഴ്സിൻ്റെ എനർജിയിൽ വിശ്വസിക്കുന്നു. ഞാൻ യൂണിവേഴ്സിൻ്റെ എനർജിയിൽ വിശ്വസിക്കുന്നു. ഞാൻ യൂണിവേഴ്സിൻ്റെ എനർജിയിൽ വിശ്വസിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്കായി വരുന്ന വഴിയിലാണ്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്കായി വരുന്ന വഴിയിലാണ്. ചന്ദ്രൻ്റെ പ്രകാശം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആകർഷിക്കുന്നു. ചന്ദ്രൻ്റെ പ്രകാശം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആകർഷിക്കുന്നു. ചന്ദ്രൻ്റെ പ്രകാശം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആകർഷിക്കുന്നു. I am a powerful magnet of abundance. I am a powerful magnet of abundance. I am a powerful magnet of abundance. അങ്ങനെ നമ്മൾ ഓരോ അഫർമേഷനും റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് ഒരു ബുക്കിൽ എഴുതിയെടുക്കുക, എന്നിട്ട് റിപ്പീറ്റായിട്ട് പറയുക. ഓരോന്നും ഗ്യാപ്പ് വിട്ട് പറയുക. ഓക്കെ. ഞാൻ യൂണിവേഴ്സിൻ്റെ എനർജിയിൽ വിശ്വസിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്കായി വരുന്ന വഴിയിലാണ്. ചന്ദ്രൻ്റെ പ്രകാശം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും ആകർഷിക്കുന്നു. I am a powerful magnet of abundance. I am a powerful magnet of abundance. I am a powerful magnet of abundance. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓക്കെ. അതിനുശേഷം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇത് പറയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. മൂൺലൈറ്റ് വിഷ്വലൈസേഷൻ. ഓക്കെ. മൂണിൻ്റെ ആ വെളിച്ചത്തിൽ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുകയാണ്. ഇമാജിൻ മൂൺലൈറ്റ് എൻറ്ററിങ് യുവർ ബോഡി. അതായത് ചന്ദ്രൻ്റെ പ്രകാശം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായി സങ്കല്പിക്കുക. ചന്ദ്രൻ്റെ പ്രകാശം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായി സങ്കല്പിക്കുക. എന്നിട്ട് നമ്മുടെ ഹാർട്ടിലൊരു എനർജി, ഈ ഒരു എനർജി, ചന്ദ്രൻ്റെ പ്രകാശം നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഹേർട്ടിനുണ്ടാവുന്ന, അതായത് ഹൃദയത്തിനുണ്ടാകുന്ന ആ ഒരു എനർജി ഫീൽ ചെയ്യുക. ഫീൽ ദ എനർജി ഇൻ യുവർ ഹാർട്ട്. ഓക്കെ. ഇപ്പം നമ്മുടെ ഹേർട്ട് ഫുൾ ഓഫ് മൂൺലൈറ്റിൻ്റെ എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ? ചന്ദ്രൻ്റെ പ്രകാശം കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഡ്രീംസ് സത്യമായതായിട്ട് സങ്കല്പിക്കുക. എല്ലാ ഡ്രീംസും, സീ യുവർ ഡ്രീംസ് കം ട്രൂ. എല്ലാ നമ്മുടെ ആഗ്രഹങ്ങളും സത്യമായി എല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുക. ചന്ദ്രൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആകർഷിക്കാൻ സഹായിക്കുന്നു. അതായത് ചന്ദ്രൻ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്ത ആഗ്രഹങ്ങൾ, 3 ആഗ്രഹങ്ങൾ ആകർഷിക്കാൻ നമ്മളെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇനി നമുക്ക് സറണ്ടർ ചെയ്യുക. സറണ്ടർ ടു ദ യൂണിവേഴ്സ്, ലെറ്റിംഗ് ഗോ റിച്വലാണ്. ഇനി നമ്മൾ വിശ്വാസത്തോടെ യൂണിവേഴ്സിന് ഈ ആഗ്രഹങ്ങൾ വിട്ടുകൊടുക്കുക. നമ്മൾ നമ്മുടെ 3 ആഗ്രഹങ്ങൾ യൂണിവേഴ്സിൻ്റെ എനർജിയിൽ സമർപ്പിക്കുകയാണ്. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ, ട്രസ്റ്റ് ദ ഡിവൈൻ ടൈമിംഗ്. ഇനി നമ്മൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുക. യെസ്, നമ്മുടെ ഈ ആഗ്രഹങ്ങൾ, 3 ആഗ്രഹങ്ങൾ സഫലമായി. നമ്മുടെ ഈ ആഗ്രഹങ്ങൾ സഫലമാകാനാണ് നമ്മളിന്ന് ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ ചെയ്തത് അല്ലേ? ഈ ഫുൾ മൂണിൻ്റെ ഈ ഒരു എനർജിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമായി എന്ന് വിശ്വസിക്കുക. ഓക്കെ. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. അടുത്തത് ഫൈനലായിട്ടുള്ള ഒരു ഷോർട്ട് പ്രെയർ ഓർ ബ്ലെസ്സിങ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിച്ച എല്ലാ അനുഗ്രഹങ്ങളും അതിൻ്റെ ഒഴുക്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് നന്ദി നന്ദി നന്ദി. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. വെയിറ്റ് ചെയ്യുക, കുറച്ച് ക്ഷമയോടെ
ക്ഷമയോടെ ശ്രദ്ധയോടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചതായിട്ട് വിശ്വസിക്കുക. ഓക്കെ, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്, യൂണിവേഴ്സിൽ വിശ്വസിക്കുക. യൂണിവേഴ്സ് നമുക്കുള്ള ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഹാപ്പി ഫുൾ മൂണാണ്, ഹാപ്പി മാനിഫെസ്റ്റേഷനാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക ഇന്ന്. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചാൽ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ഫുൾ മൂൺ ഡേയിലൂടെ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ഈ ഫുൾ മൂണിലൂടെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചതിന് നന്ദി പറയുക. നന്ദി യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, പിന്നെ ഇന്ന് എല്ലാവരും എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇന്നിത് ചെയ്യുക. എല്ലാവർക്കും നല്ലത് മാത്രമേ വരുള്ളൂ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധിക്കാനുള്ള ഒരു ബെസ്റ്റ് ടൈമിംഗ് ആണ് ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു യൂണിവേഴ്സ്.